ജന്തർ മന്ദറുള്ളവർ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ജന്തർ മന്ദറിലെ ഒരു ഭാഗമാണ്. ഇവിടെ സാധാരണഗതിയിൽ നേരത്തെ ഭക്ഷണവും വെള്ളവും ഒക്കെ അകത്തേക്ക് കൊണ്ടുവരുന്നതിന് ദില്ലി പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഇത് സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് ജന്തർ മന്ദർ എന്ന അഡ്രസ്സ് വെച്ച് ഓർഡർ ചെയ്ത് അയക്കുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊരു അക്ഷയ ഖനി പോലെ ഇങ്ങനെ കാണുന്നു, അക്ഷയപാത്രം പോലെ കാണുന്നു എന്നുള്ളതാണ്. ഇത് തീരുമ്പോൾ അടുത്ത ഭക്ഷണം വരും. അതാ ഇവിടെ ചെറു കടികൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ये लोग मतलब ऑनलाइन ऑर्डर करते, हाँ समर्थन कर रहे हैं, दिल्ली के आवाम कर रही है, ऑनलाइन भेज रहे हैं हमारे पास, और हम लोग यहाँ दे के चले जाते हैं, हम डिस्ट्रीब्यूट करते हैं। जंतर मंतर एड्रेस पे हाँ ऑर्डर करते हैं, जोमेटो से, स्विगी से, ब्लिंकिट, जैप्टो, इससे ऑर्डर के यहाँ भेज देते हैं, हम लोग यहाँ पे देते हैं। അതാണ് ജന്തർ മന്ദർ അഡ്രസ്സ് വെച്ച് അയച്ചു വിടുകയാണ്. ചെറുകടികളുണ്ട്, ഭക്ഷണമുണ്ട്, അത് ഇവിടെ എത്തുന്നു, ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, ആവശ്യമുള്ളവരെടുത്ത് കഴിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ. ये बच्चे नहीं है, ये हमारे बच्चे नहीं है, ये हमारे बच्चे नहीं है। मैं अपनी तरफ से इनको थोड़ा सा फंड करना चाहता हूं। प्लीज प्लीज आप इससे जो भी बन सकता है आप करिएगा। मैं पाकिस्तान से होना आया हूँ, मैं इंडिया से ही हूँ और यहीं का नागरिक हूँ, ये बच्चे मेरे ही हैं। ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായി ഇത് മാറുകയാണ്. അതിന് വലിയ പിന്തുണ കൂടി സാധാരണ ആളുകളിൽ നിന്ന് ലഭിക്കുകയുമാണ്.